സഹോദരീ സഹോദരന്മാരെ, നമ്മുടെ സമൂഹത്തിൽ അപൂർവം ചില വ്യക്തികൾക്കാണ് ഇത്തരത്തിലുള്ള അവസരങ്ങൾ ലഭിക്കാറുള്ളത്. ഒരു സംഘടനയുടെ, അതും SNDP പോലുള്ള നമ്മുടെ കേരളത്തിൻ്റെ ഇന്നത്തെ നിലയിലേക്കുള്ള വളർച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്തിട്ടുള്ള ഒരു സംഘടനയുടെ നേതൃസ്ഥാനത്ത് 3 ദശാബ്ദം ഒരു വ്യക്തി ഇരിക്കുക എന്നത് എല്ലാ തരത്തിലും അപൂർവതയുള്ള കാര്യമാണ്. ആ 3 ദശാബ്ദമാണ് ഇപ്പോൾ ശ്രീ വെള്ളാപ്പള്ളി പൂർത്തിയാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അനിതര സാധാരണമായ കർമ്മശേഷിയും നേതൃപാടവവും ഇത്തരത്തിൽ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് തുടർച്ചയായി ഇരിക്കുന്നതിന് ഇടയാക്കിയിട്ടുണ്ട് എന്നുള്ളത് അവിതർക്കിതമായ കാര്യമാണ്. ഇവിടെ SNDPയുടെ അമരക്കാരനായിരിക്കുന്നതോടൊപ്പം തന്നെ SN ട്രസ്റ്റിൻ്റെ അമരക്കാരനായും ഇതേ കാലയളവിൽ അദ്ദേഹം തുറന്നു വരികയാണ്. അപ്പോൾ 2 സുപ്രധാന ചരിത്ര നിയോഗങ്ങളുടെ നെറുകയിൽ വെള്ളാപ്പള്ളി എത്തി നിൽക്കുന്നു. അദ്ദേഹത്തിന് ഉചിതമായ സ്വീകരണം തന്നെയാണ് ഇവിടെ നിങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ആദ്യമേ തന്നെ അത്തരമൊരു സ്വീകരണം ഒരുക്കാൻ മുൻകൈയെടുത്ത എല്ലാവരെയും ഹാർദമായി അഭിനന്ദിക്കട്ടെ. നമ്മുടെ സമൂഹത്തിൽ തുടർച്ചയായി സ്നേഹവിശ്വാസങ്ങൾ നേടിയെടുക്കുക, അത് നിലനിർത്തിക്കൊണ്ടു പോവുക, അണികളും പ്രസ്ഥാനവും ആവശ്യപ്പെടുന്ന രീതിയിൽ പ്രവർത്തിക്കാനുള്ള ആർജവം കാണിക്കുക, ഇതൊക്കെ എളുപ്പമുള്ള കാര്യമല്ല. ആ എളുപ്പമല്ലാത്ത കാര്യമാണ് അല്പം അനായാസമായി തന്നെ ശ്രീ വെള്ളാപ്പള്ളി നിർവഹിച്ചു പോന്നിട്ടുള്ളത്. ഒന്നിനൊന്ന് മെച്ചപ്പെട്ട രീതിയിൽ കാര്യങ്ങൾ നിർവഹിക്കാൻ അദ്ദേഹം സന്നദ്ധനായിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ചരിത്രം പരിശോധിച്ചാൽ കാണാൻ കഴിയുക. ഒരു സംഘടനയുടെ അമരക്കാരനായിരുന്ന് ആ സംഘടനയ്ക്ക് ദൗർബല്യങ്ങൾ ഉണ്ടാക്കത്തക്ക രീതിയിലുള്ള ഇടപെടലുകളല്ല, നേരെ മറിച്ച് കൂടുതൽ വളർച്ചയിലേക്ക് സംഘടനയെ നയിക്കാനാണ്
അദ്ദേഹം ശ്രമിച്ചിട്ടുള്ളത്. അതിന് പ്രത്യേക അഭിനന്ദനം ശ്രീ വെള്ളാപ്പള്ളി അർഹിക്കുന്നു. ശ്രീനാരായണ പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ സവിശേഷ സ്ഥാനമുള്ള നാടാണ് ചേർത്തല. ഇവിടെ ബഹുമാനായ അധ്യക്ഷൻ പ്രത്യേകമായി എടുത്തു പറയുകയുണ്ടായി, ഈ വിദ്യാലയം ശ്രീനാരായണ സ്മരണകൾ നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ്. അതേപോലെ തന്നെ ഗുരുവിൻ്റെ പാദസ്പർശമേറ്റ പവിത്രമായ മണ്ണാണിത്. ഇവിടെ ഇനി വിദ്യാലയങ്ങൾ സ്ഥാപിക്കാനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് എന്ന് ശ്രീനാരായണ ഗുരു തന്നെ ഒരു ഘട്ടത്തിൽ തന്നെ സമീപിച്ചവരോട് പറഞ്ഞത് ചരിത്ര വസ്തുതയാണ്. ഇവിടെയുള്ളവർ സ്കൂളിൻ്റെ ആവശ്യമുയർത്തിയപ്പോൾ ഒരു ശങ്കയുമില്ലാതെ ഈ ഭൂമി ശ്രീനാരായണ ഗുരുവാണ് വിട്ടുകൊടുത്തത് എന്നത് നേരത്തെ ഇവിടെ ബഹുമാനായ അധ്യക്ഷൻ എടുത്തു പറയുകയുണ്ടായി. വിദ്യ അഭ്യസിക്കുന്നതിന് അതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഏറ്റവും അധികം നാടിനെ ഉണർത്തുമാറ് ബോധവൽക്കരണം നടത്തിയ ഗുരുവായിരുന്നു ശ്രീനാരായണ ഗുരു. യഥാർത്ഥത്തിൽ ഈ സ്ഥാപനം നിലനിൽക്കുന്ന കാലത്തോളം ശ്രീനാരായണ ഗുരുവിൻ്റെ സ്മരണയും വലിയ തോതിൽ ഉയർന്നു നിൽക്കുകയാണ്. ഈ വിദ്യാലയത്തിൻ്റെ പ്രത്യേകത, ഏത് വിദ്യാലയത്തിലും ഒരുപാട് പേര് ആ വിദ്യാലയത്തിലൂടെ കടന്നു വന്ന് സമൂഹത്തിൻ്റെ ഉയർന്ന സ്ഥാനങ്ങളിൽ ഇരിക്കാറുണ്ട്. പക്ഷേ ഒരുപാട് വിശിഷ്ട വ്യക്തിത്വങ്ങളെ സംഭാവന ചെയ്ത വിദ്യാലയമാണ്. വയലാർ രാമവർമ്മ, വയലാർ രവി, കെ ആർ ഗൗരിയമ്മ, സുശീല ഗോപാലൻ, എ കെ ആൻ്റണി, സി കെ ചന്ദ്രപ്പൻ, അങ്ങനെ നീളുകയാണ് ആ നിര. ഇത്തരത്തിൽ ചരിത്ര പ്രാധാന്യമുള്ള ഒരു വിദ്യാലയത്തിൽ വെച്ച് തന്നെ ഈ ആദരിക്കൽ ചടങ്ങ് നടക്കുന്നു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവിടെ SNDP യോഗത്തിൻ്റെ അമരക്കാരനായി 3 ദശാബ്ദം ഇരിക്കുക എന്ന് പറയുമ്പോൾ കുമാരനാശാൻ പോലും 16 വർഷമേ ഈ സ്ഥാനത്ത് തുറന്നിരുന്നുള്ളൂ എന്നത് നാം ഓർക്കേണ്ടതാണ്. ഭിന്നിപ്പിക്കുകയും ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തെ ശത്രുക്കളായി കാണുകയും ആ ശത്രുത വളർത്തുന്നതിന് വേണ്ടി ബോധപൂർവം ശ്രമിക്കുകയും ചെയ്യുന്ന കാഴ്ച നാം കാണുകയാണ്. ആ ഒരു രാജ്യത്ത് വേറിട്ടൊരു നാട് നിൽക്കുന്നു, അതാണ് നമ്മുടെ കേരളം. അതിനിടയാക്കിയത് ജാതിഭേദവും
മതദ്വേഷവും ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമായി ഈ നാടിനെ മാറ്റണമെന്ന ഗുരുവിൻ്റെ ആഹ്വാനം നാടാകെ സ്വീകരിച്ചതിൻ്റെ ഭാഗമായ അതുകൊണ്ടാണ് ആ തരത്തിലുള്ള മാറ്റം ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞത്. കേരളത്തിലെ ഗുരു ഇത്തരം കാര്യങ്ങൾ ഇടപെടുമ്പോൾ നമ്മുടെ നാട് വിദ്യാഭ്യാസ രംഗത്ത് വളരെ പിറകിലായിരുന്നു. വലിയ തോതിൽ, മഹാഭൂരിപക്ഷം എന്ന് തന്നെ പറയാവുന്ന തോതിൽ അക്ഷരാഭ്യാസം ഇല്ലാത്തവർ വരെയായിരുന്നു. ആ ഒരു നാടിനെ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിച്ച് വിദ്യാഭ്യാസ പ്രവർത്തനത്തിലേക്ക് ഇറക്കി തിരിക്കാൻ ഗുരുവാണ് ആ കാലത്ത് ആദ്യമായും നേതൃത്വം വഹിക്കുന്നത്. അതും ഇതുപോലെ ഈ സ്കൂളിൻ്റെ അനുഭവം പോലെ തൻ്റെ കയ്യിൽ ആശ്രമം സ്ഥാപിക്കുന്നതിന് വേണ്ടി കിട്ടിയ ഭൂമി വിദ്യാലയം സ്ഥാപിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വിട്ടുകൊടുത്തുകൊണ്ട് ഒട്ടനേകം അതുപോലുള്ള സംഭവങ്ങൾ. അതിൻ്റെ ഫലമെന്താണ്? ഇന്ന് രാജ്യത്ത് പൊതുവിദ്യാഭ്യാസ രംഗം നമ്മുടെ കേരളമാണ് നമ്പർ 1 സംസ്ഥാനമായി നിലനിൽക്കുന്നത്. ഇതും ഗുരുവിൻ്റെ ആ നിർദ്ദേശങ്ങൾ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് പൊതുവിദ്യാഭ്യാസ മേഖല ശക്തിപ്പെടുത്താനുള്ള ഇടപെടലുകൾ നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ്. ഇപ്പോൾ പറഞ്ഞല്ലോ, ഇവിടെ 6 കോടിയിൽ പരം രൂപ ചെലവിട്ടുകൊണ്ട് കെട്ടിടം വരുന്ന കാര്യം. എത്രയെത്ര കെട്ടിടങ്ങൾ, ഏതെല്ലാം തരത്തിലുള്ള മാറ്റം. നമ്മുടെ ക്ലാസ് മുറികൾ സ്മാർട്ടായിരിക്കുന്നു, നമ്മുടെ സ്കൂളുകൾ ഹൈടെക് ആയിരിക്കുന്നു. വിവിധ തരത്തിലുള്ള മാറ്റങ്ങൾ ആർക്കും നേരെ കാണാൻ കഴിയാവുന്ന രീതിയിൽ. അതുകൊണ്ടാണ് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ നീതി ആയോഗ് പോലുള്ള സംവിധാനങ്ങൾ രാജ്യത്തെ 1-ാം സ്ഥാനം വിദ്യാഭ്യാസ രംഗത്ത് കേരളത്തിനാണ് എന്ന് പറയുന്നത്. ഇത് പൊതുവിദ്യാഭ്യാസ രംഗത്ത് മാത്രമല്ല, ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും അതേ രീതിയിലുള്ള ഉയർച്ച നേടാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾ ഇന്ന് ദേശീയ തലത്തിൽ വലിയ തോതിൽ അംഗീകാരം നേടിയിരിക്കുന്നു. ദേശീയ തലത്തിൽ യൂണിവേഴ്സിറ്റികൾ എടുത്താൽ നമ്മുടെ 3 യൂണിവേഴ്സിറ്റികൾ 9, 10, 11 സ്ഥാനത്ത് നിൽക്കുന്നു. കേരളയും ഗാന്ധിയും കൊച്ചിയും. കാലിക്കറ്റ് 43-ാം സ്ഥാനത്ത് നിൽക്കുന്നു. ഒട്ടേറെ കോളേജുകൾ നല്ല മികവിലേക്ക് A++ ഗ്രേഡിലേക്ക് എത്തിയിരിക്കുന്നു. നല്ല തോതിൽ ഉന്നത വിദ്യാഭ്യാസ മേഖല ശക്തി പ്രാപിച്ചു വരുന്നു. ഇതെല്ലാം ശ്രീനാരായണ ഗുരുവിൻ്റെ കാഴ്ചപ്പാട് നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായി വന്നിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കേരളം ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിൽ തന്നെ ഒരു യൂണിവേഴ്സിറ്റി, കൊല്ലം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഓപ്പൺ യൂണിവേഴ്സിറ്റി സ്ഥാപിക്കാൻ ഈ സർക്കാർ തയ്യാറായത്. ഇവിടെ വ്യവസായ രംഗത്ത് കേരളം നേടിയ നേട്ടം ഇപ്പോൾ എല്ലാവരും പൊതുവെ പ്രശംസിക്കുന്ന കാര്യമാണ്. രാജ്യത്ത് 1-ാം സ്ഥാനം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ നമുക്ക് നേടാൻ കഴിഞ്ഞിരിക്കുന്നു.
ഇതിലും ഗുരുവിൻ്റെ ദർശനം, ഗുരുവിൻ്റെ വീക്ഷണം, ഗുരുവിൻ്റെ നിർദ്ദേശങ്ങൾ എത്രമാത്രം നമ്മെ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ഓർക്കണം. ആ ഘട്ടത്തിൽ ഗുരു തൊഴിൽ നൽകുന്നതിനും വ്യവസായ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനും നിർദ്ദേശം നൽകിയത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. അപ്പോൾ കേരളത്തിൻ്റെ വിവിധ മേഖലകളിൽ പ്രശംസനീയമായ ഇടപെടൽ നടത്തി സമൂഹത്തെ ആകെ ഉന്നതിയിലേക്ക് നയിക്കാൻ ശ്രീനാരായണ ദർശനം പൂർണ്ണമായും സ്വീകരിച്ചുകൊണ്ട് SNDP യോഗത്തിനും കഴിഞ്ഞുവെന്നുള്ളത് തന്നെയാണ് കാണാൻ നമുക്ക് സാധിക്കുക. SNDP യോഗത്തിൻ്റെ വകയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കഥകളിലേക്കൊന്നും ഞാൻ ഇതിൻ്റെ ഭാഗമായി കടക്കേണ്ടതില്ല, നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണതൊക്കെ. അങ്ങനെ ഉയർന്ന് പ്രവർത്തിക്കാൻ കരുത്തു പകർന്നത് അത് പിന്നിട്ട ചരിത്ര വഴികൾ തന്നെയാണ്. ഇവിടെ ശ്രീനാരായണ ഗുരുവിൻ്റെ അരുവിപ്പുറം പ്രതിഷ്ഠ, തുടർന്ന് അദ്ദേഹം നടത്തിയ മറ്റ് പ്രതിഷ്ഠകൾ, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിനമായ ഈഴവ മെമ്മോറിയൽ നിവേദനം, ഇങ്ങനെയുള്ള ഒട്ടനവധി പ്രക്ഷോഭങ്ങളുടെയൊക്കെ പശ്ചാത്തലമുണ്ട് SNDP യോഗ രൂപീകരണത്തിന് എന്നത് നാം ഓർക്കേണ്ടതാണ്. ഒരു കാലത്ത് ഈഴവ സമൂഹത്തിൻ്റെ ഇടയിലും അവർണരെന്ന് മുദ്രയടിക്കപ്പെട്ടിരുന്ന മറ്റ് ജനവിഭാഗങ്ങളുടെ ഇടയിലും നടന്ന സാമൂഹ്യ മുന്നേറ്റങ്ങൾ കേരളത്തിലെ ജാതി വിരുദ്ധ, നാടുവാഴി വിരുദ്ധ പോരാട്ടങ്ങൾക്ക് ഉത്തേജനമേകി. ഗുരുവിൻ്റെ ജാതിയില്ലാ വിളംബരം, സർവമത സമ്മേളനം, ഇതൊക്കെ അത്തരം പോരാട്ടങ്ങൾക്കും കേരളത്തിൻ്റെ പുരോഗമനപരമായ മുന്നോട്ടു പോക്കിന് നൽകിയ ഊർജം ചെറുതല്ല. ആ കാലത്താണ് എല്ലാ മതങ്ങളുടെയും സാരം ഒന്നാണെന്ന് ഗുരു ഉച്ചൈസ്തരം പ്രഖ്യാപിച്ചത്. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. ഒരു ഘട്ടത്തിൽ തനിക്ക് ജാതിയില്ല എന്ന വിളംബരം, ആ ഊർജം എല്ലാ ഘട്ടത്തിലും SNDPയോടൊപ്പമുള്ളതാണ്. ആ ഊർജമാണ് SNDPയെ നയിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒട്ടും അതിശയോക്തി അതിലുണ്ടാവില്ല. ആരംഭകാലം മുതൽ ഒട്ടേറെ മഹാരഥന്മാരാണ് SNDP യോഗത്തിന് നേതൃത്വം നൽകി വന്നത്. പ്രസ്ഥാനത്തിന് ബീജാവാപം നടത്തിയത് തന്നെ കേരളത്തിലെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ ആചാര്യനായ ശ്രീനാരായണ ഗുരുവാണ്. ഗുരു മുന്നോട്ട് വെച്ച ആശയങ്ങൾ കുമാരനാശാനെയും പൽപ്പുവിനെയും സി കേശവനെയും സഹോദരൻ അയ്യപ്പനെയും നടരാജ ഗുരുവിനെയും പോലെയുള്ളവർ പല നിലകളിൽ നാട്ടിലാകെ പ്രചരിപ്പിച്ചു. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവയിൽ ആത്മീയത മാത്രമല്ല ഉണ്ടായിരുന്നത്. അനാചാര ധ്വംസനവും മതനവീകരണവും പുരോഗമന പ്രപഞ്ചവീക്ഷണവും യുക്തിവാദവുമൊക്കെ അതിൻ്റെ ഭാഗമായിരുന്നു. അതൊക്കെ കേരള ജനത ഒന്നാകെ സ്വീകരിച്ചു എന്നാണ് വസ്തുത. പിൽക്കാലത്ത് കേരളത്തിൽ രൂപീകൃതമായ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ചരിത്രമെടുത്താൽ അവ നവോത്ഥാന ആശയങ്ങളുടെ ശക്തി കൂട്ടും വിധമുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിയത്. മനുഷ്യൻ്റെ സാമൂഹ്യവും സാമ്പത്തികവുമായ അസമത്വങ്ങൾക്ക് പരിഹാരം കാണാൻ ഉതകുന്നവ.
അതിൻ്റേതായ പ്രത്യേകതയും കേരളത്തിന് കാണാൻ നമുക്ക് കഴിയും. നവോത്ഥാന പ്രസ്ഥാനത്തിനുണ്ടായ ശരിയായ തുടർച്ച, കേരളത്തെക്കാളും നവോത്ഥാന പ്രസ്ഥാനം ശക്തിപ്പെട്ട മറ്റ് സംസ്ഥാനങ്ങളുണ്ടായിരുന്നു. പക്ഷേ മതവിദ്വേഷവും ജാതിഭേദവുമൊക്കെ അവിടങ്ങളിൽ ഇപ്പോഴും ശക്തമായി തന്നെ നിലനിൽക്കുകയാണ്. നമ്മുടെ നാടിന് മാറ്റമുണ്ടായത് നവോത്ഥാന പ്രസ്ഥാനത്തിന് ശരിയായ തുടർച്ചയുണ്ടായി. അതിൻ്റെ ഭാഗമായി തന്നെ നല്ല മാറ്റം പൊതുവിൽ സമൂഹത്തിന് നേടാൻ കഴിയുകയും ചെയ്തു. ഏതൊരു പ്രസ്ഥാനത്തിൻ്റെയും വർത്തമാനകാല മൂല്യം നിശ്ചയിക്കുന്നത് തുടക്കത്തിൽ അത് ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങളും ഏറ്റെടുത്ത പ്രവർത്തനങ്ങളും ഇന്നത്തെ കാലത്ത് എത്രമാത്രം പ്രായോഗികമായി മുന്നോട്ട് കൊണ്ടുപോകാനാകുന്നു എന്നതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ്. ഗുരു ഉയർത്തിക്കാട്ടിയ ഭേദചിന്തയില്ലാത്ത ലോകം, ആ ആശയത്തിൻ്റെ വെളിച്ചമാവണം എന്നും വഴികാട്ടി. മനുഷ്യനെ ഭിന്നിപ്പിച്ച് നേട്ടം കൊയ്യുന്നതിന് തക്കം പാർത്തിരിക്കുന്ന വർഗീയ ശക്തികൾ നമ്മുടെ രാജ്യത്ത് പൊതുവെ മേൽക്കൈ നേടിയിട്ടുള്ള ഘട്ടമാണിത്. അതുകൊണ്ട് തന്നെ ഭേദചിന്തകൾക്കതീതമായി എല്ലാവരെയും ഒരുമിപ്പിച്ച ഗുരുവിൻ്റെ ചിന്തകൾക്ക് വർദ്ധിച്ച പ്രസക്തിയുള്ള കാലമാണിത്. ആ നിലക്ക് ഗുരു തുടക്കം കുറിച്ച SNDP യോഗത്തിനും അതിന് സാരഥ്യം വഹിക്കുന്നവർക്കും ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വലിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനുണ്ട്. ഏതിനെതിരൊക്കെയായിരുന്നോ ഗുരു ശബ്ദമുയർത്തിയിരുന്നത്, ആ കാര്യങ്ങളെയൊക്കെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഉത്സിതമായ ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ പൂർണ്ണ ചുമതലാബോധത്തോടെ അത്തരം കാര്യങ്ങളെ എതിർക്കാൻ ഗുരുദർശനം ഉയർത്തിപ്പിടിക്കുന്ന എല്ലാവരും തയ്യാറാകേണ്ടതായിട്ടുണ്ട്. അപരമത വിദ്വേഷം, വെറുപ്പ് ഇതെല്ലാം ഉൽപ്പാദിപ്പിച്ച് കുപ്രചരണങ്ങൾ നടത്തി സൗഹാർദ്ദത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും അന്തരീക്ഷം തകർക്കാൻ ചിലർ നമ്മുടെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ ബോധപൂർവം കലാപങ്ങൾ തന്നെ സൃഷ്ടിക്കുന്ന കാലമാണിത്. അതിൻ്റെ മറ്റ് ഉദാഹരണങ്ങളിലേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല, നിങ്ങൾ ഓരോരുത്തരുടെയും മനസ്സിലതുണ്ടാവും. മതപരമായ ആഘോഷങ്ങളെയടക്കം ഇത്തരക്കാർ അക്രമത്തിനുള്ള അവസരമാക്കി മാറ്റുന്നതായി നാം കാണുകയാണ്. ഈ കഴിഞ്ഞ ഹോളി രാജ്യം വലിയ തോതിൽ ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണത്. ആ ഹോളി ആഘോഷവേളയിൽ പലയിടങ്ങളിലും ന്യൂനപക്ഷങ്ങളും ദളിത് വിഭാഗങ്ങളും ആക്രമിക്കപ്പെട്ടത് നാം കാണുകയുണ്ടായി. സംഘർഷങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന ഭരണാധിപന്മാരുടെ നടപടികളും നിർഭാഗ്യവശാൽ നമുക്ക് കാണേണ്ടി വന്നു. എന്നാൽ നമ്മുടെ നാട്, ഭേദചിന്തയില്ലാതെ കഴിയുന്ന നാട്, ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനം ഏറ്റുവാങ്ങിയ നാട് എങ്ങനെ മാതൃകയായി നിൽക്കുന്നു? ഇവിടെ രാജ്യത്ത് പല സംസ്ഥാനങ്ങളിലും ഹോളി ആഘോഷവേളയിൽ മുസ്ലിം പള്ളികൾ ടാർപോളിൻ ഷീറ്റിനാൽ മറക്കപ്പെട്ടു എന്ന വാർത്ത നമ്മൾ കണ്ടു. എന്നാൽ നമ്മുടെ നാട്ടിൽ പൊങ്കാല പള്ളിമുറ്റത്തിടുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞു. നോമ്പുതുറ അമ്പലമുറ്റത്ത് നടക്കുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞു. ഇതാണ് മതനിരപേക്ഷ കേരളത്തിൻ്റെ ശക്തി. ആ ശക്തി ഗുരുദർശനത്തിൽ നിന്ന് കിട്ടിയതാണ് എന്ന് നാം മനസ്സിലാക്കണം. മതേതരത്വവും സാമുദായിക സൗഹാർദ്ദവും സാഹോദര്യവും അത്രത്തോളം ഉയർത്തിപ്പിടിക്കുന്നതാണ്
നമ്മുടെ നാടിൻ്റെ സാമൂഹ്യ അന്തരീക്ഷം. ഇതാണ് ഗുരുവിൻ്റെ പൈതൃകത്തിൽ നിന്നുള്ള പാഠം. ഇത് ചിലർക്ക് സഹിക്കുന്നില്ല. എങ്ങനെയെങ്കിലും കേരളത്തിൻ്റെ മതനിരപേക്ഷ പാരമ്പര്യം തകർക്കുക എന്ന ലക്ഷ്യത്തോടെ ചിലർ നീങ്ങുന്നു. പുരോഗമന കേരളത്തിൽ ഒരു കാലത്ത് കെട്ടടങ്ങിയിരുന്ന വർഗീയതയുടെ ആശയങ്ങൾ യാതൊരു മറയും കൂടാതെ ഇന്ന് പുറത്തു വരുന്നു. ഗുരുവിൻ്റെ നാടെന്ന് പറയുമ്പോൾ ജാതി ചോദിക്കരുത്, പറയരുത്, ചിന്തിക്കരുത് എന്ന് പഠിപ്പിച്ചതാണ് ഗുരു. ആ ഗുരുവിൻ്റെ നാട്ടിൽ ചിലർ ജാതി പറയുന്നതിൽ അഭിമാനം കൊള്ളുന്നു. ഉന്നതകുലജാതനായി പിറക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് ചിലർ പരിതപിക്കുന്നു. പറ്റുമെങ്കിൽ അടുത്ത ജന്മം ഒരു പൂണൂൽധാരിയായി പിറക്കണമെന്ന് പറയുന്നു. എന്താണിത്? മലയാളിയുടെ മനസ്സിൽ ജാതീയമായ ഉച്ചനീചത്വങ്ങൾ കുത്തിനിറക്കാൻ ശ്രമിക്കുകയാണ്. നാടിനെ പിന്നോട്ട് നടത്താനാണ് നോക്കുന്നത്. അതിൻ്റെ ഭാഗമായി രാഷ്ട്രീയ നേട്ടം കൊയ്യുക എന്നതും ഇത്തരക്കാർ ലക്ഷ്യമിടുകയാണ്. ജാതിയുടെയും മതത്തിൻ്റെയും മാത്രമല്ല, വസ്ത്രധാരണം, ഭക്ഷണം, ഇതിൻ്റെ എല്ലാം പേരിൽ മനുഷ്യനെ വേർതിരിക്കാനായി തക്കം പാർത്തിരിക്കുകയാണ് പലരും. അവരെ തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. അതിനുള്ള കരുത്ത് എക്കാലത്തും പ്രകടിപ്പിക്കാൻ SNDP യോഗത്തിനായിട്ടുണ്ട്. ആ മഹത്തായ പൈതൃകം കൂടുതൽ ശക്തമായ നിലയിൽ തുടരാനാവണം. ഗുരു ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങളും നവോത്ഥാന പ്രസ്ഥാനങ്ങൾ നടത്തിയ പോരാട്ടങ്ങളും കാലിക പ്രസക്തമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉത്തരവാദിത്തപ്പെട്ട പ്രസ്ഥാനമാണ് SNDP. അതുകൊണ്ട് തന്നെ SNDP ഇത്തരം കാര്യങ്ങൾ അതീവ ഗൗരവമായി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇത് ഗുരുവിൻ്റെ സന്ദേശങ്ങൾ ആവശ്യപ്പെടും വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ നമുക്ക് കഴിയണം. ശ്രീ വെള്ളാപ്പള്ളിയെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃശേഷിയുടെ ഭാഗമായി വലിയ തോതിൽ എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്ന കാര്യം അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള ശേഷിയാണ്. അത് നേരത്തെ ഇവിടെ അവതാരക പറഞ്ഞ ആ രീതിയിലല്ല. യഥാർത്ഥത്തിൽ ആളുകളുടെ മനസ്സിലേക്ക് നല്ലതുപോലെ കയറുന്ന രീതിയിലുള്ള അവതരണ രീതി വെള്ളാപ്പള്ളിയുടെ ഭാഗത്തു നിന്ന് എപ്പോഴും കാണാം. അതിലൊരു പ്രത്യേകമായ, നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ സരസ്വതി വിലാസം അദ്ദേഹത്തിൻ്റെ നാക്കിനുണ്ട് എന്നതാണ് എപ്പോഴും കാണാൻ കഴിയുന്നൊരു കാര്യം. അതിൽ നല്ല കരുതൽ എപ്പോഴും അദ്ദേഹം പ്രകടിപ്പിച്ച് പോന്നിട്ടുണ്ട്. എല്ലാ ഘട്ടത്തിലും മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കാൻ ശ്രദ്ധിച്ചിട്ടുമുണ്ട്. അടുത്ത കാലത്ത് നിർഭാഗ്യകരമായ ചില വിവാദങ്ങൾ ഉയർന്നു വന്നു. എന്നാൽ വെള്ളാപ്പള്ളിയെ അറിയാവുന്നവർക്കെല്ലാം അറിയാം, അദ്ദേഹം ഏതെങ്കിലും ഒരു മതത്തിന് എതിരായി നിലപാട് സ്വീകരിച്ച ചരിത്രമുള്ളയാളല്ല എന്ന്. എല്ലാ ഘട്ടത്തിലും വിവിധ മതങ്ങളുമായി യോജിച്ചുകൊണ്ടുള്ള ഒട്ടേറെ കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ വ്യക്തിപരമായി തന്നെ നേതൃത്വം വഹിച്ച ഒരാളാണ് വെള്ളാപ്പള്ളി എന്ന് നമുക്കറിയാം. അപ്പോൾ എന്നാലും ചില തെറ്റിദ്ധാരണകൾ പരത്താനുള്ള അവസരം അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗത്തിൻ്റെ ഭാഗമായി വന്നു. അതാണ് നമ്മുടെ നാട് എന്ന് തിരിച്ചറിയണം, അത് മനസ്സിലാക്കാനാവണം. അത്തരം കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധയും അവധാനതയും വെള്ളാപ്പള്ളി പുലർത്തേണ്ടതുണ്ട് എന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. ഏതെങ്കിലും തരത്തിലുള്ള കുറവ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് വന്നു എന്നുള്ളത് കൊണ്ടല്ല. ഇതാണ് നാട്. എന്തിനേയും വക്രീകരിക്കാൻ നോക്കുന്ന കാലം, ഏതിനേയും തെറ്റായി ചിത്രീകരിക്കാൻ നോക്കുന്ന കാലം. അദ്ദേഹം തന്നെ പിന്നീട് വ്യക്തമാക്കിയിട്ടുണ്ട്, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെതിരെ പറഞ്ഞ കാര്യമാണ് അത്.
ഒരു രാഷ്ട്രീയ പാർട്ടിയോട് പ്രത്യേക വിരോധമോ ഒരു രാഷ്ട്രീയ പാർട്ടിയോട് പ്രത്യേക മമതയോ വെച്ചുകൊണ്ട് പറഞ്ഞ കാര്യമല്ല. നിലവിലുള്ള യാഥാർത്ഥ്യം വെച്ചൊരു കാര്യം പറഞ്ഞു. അത് പറഞ്ഞത് രാഷ്ട്രീയ പാർട്ടിക്കെതിരായി. ആ രാഷ്ട്രീയ പാർട്ടിയെ സംരക്ഷിക്കാൻ താല്പര്യമുള്ളവരെല്ലാം കൂടി അപ്പോൾ അതിനെതിരെ രംഗത്ത് വന്നു. ഇതാണ് സംഭവിച്ചിട്ടുള്ളത്. അത് മനസ്സിൽ വെക്കുക എന്ന് മാത്രമാണ് എനിക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. ഇവിടെ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ്റെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് ഈ പ്രസ്ഥാനം കൈവരിച്ച പുരോഗതി വളരെ വലുതാണ്. വിദ്യാഭ്യാസം എന്നാൽ മനുഷ്യനെ മനുഷ്യത്വമുള്ളവനാക്കുന്ന പ്രക്രിയയാണ്. അതൊരു വലിയ സാമൂഹിക സേവനമാണ്. ആ സേവന മനോഭാവത്തിലൂന്നിയ പ്രവർത്തനങ്ങൾ നിരവധി മേഖലകളിൽ നടത്താൻ കഴിയണം. സമൂഹം ഇന്നത് ആവശ്യപ്പെടുന്നുണ്ട്, ആഗ്രഹിക്കുന്നുമുണ്ട്. ആ ധർമ്മം കൂടുതൽ കാര്യക്ഷമമായി നിറവേറ്റുവാൻ തുറന്നുള്ള കാലങ്ങളിലും കഴിയണം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. SNDP യോഗം രൂപീകരിക്കപ്പെട്ട കാലത്തെ ആശയങ്ങൾ കാലാനുസൃതമായി നവീകരിക്കാനും ഗുരു സന്ദേശങ്ങളുടെ സത്ത പ്രായോഗികമാകും വിധം ഇനിയും ദീർഘകാലം ഈ പ്രസ്ഥാനത്തെ നയിക്കാനും ശ്രീ വെള്ളാപ്പള്ളി നടേശനെ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ സ്വീകരണ സമ്മേളനത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിറഞ്ഞ സന്തോഷത്തോടെ നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനങ്ങൾ.